ഇന്നലെ തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിച്ച സംഭവം ലഘൂകരിച്ച് വളരെ ലാഘവത്തോടെ പ്രതികരിച്ചിരിക്കുകയാണ് CPM നേതാവ് എം സ്വരാജ്. ഇന്ന് എറണാകുളത്ത് നടന്ന പ്രതിഷേധ യോഗത്തിലാണ് എം സ്വരാജ് ഇത്തരത്തിൽ ക്രൂരമായ ഇടിക്ക് നേരെയുണ്ടായ അതിക്രമത്തെ ന്യായീകരിച്ച് സംസാരിച്ചത്. ഇന്ന് നടന്ന പ്രകടനത്തിൽ മുൻമന്ത്രി പി രാജീവ്, എം സ്വരാജ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായത് വളരെ ലളിതമായ ഒരു പ്രതികരണം മാത്രമാണ് എന്നും വളരെ കുറഞ്ഞ നിലവാരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത് എന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ പിണറായി വിജയനെ വേട്ടയാടുകയായിരുന്നു എന്നുമായിരുന്നു എം സ്വരാജിന്റെ വാദം. ഇത്തരത്തിൽ ലോകം മുഴുവൻ ഈ പ്രതിഷേധ പ്രകടനം, ഈ ആക്രമണം ചർച്ച ചെയ്യപ്പെട്ടിട്ടും CPM-നും CPM-ന്റെ പല നേതാക്കൾക്കും ഒന്നും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിയമപരമായ നടപടികൾ നേരിടുന്നത് SFI, DYFIയുടെ സാധാരണ പ്രവർത്തകരാണ്. ഈ നേതാക്കളൊക്കെ തന്നെ എവിടെങ്കിലും ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തട്ടിവിടുകയും ഇത്തരത്തിൽ ഉള്ള ന്യായീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. EP ജയരാജൻ പറഞ്ഞത് ഏത് ഗാന്ധിയനായാലും ഇത്തരത്തിൽ പ്രതികരിച്ചു പോകും എന്നാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇഷ്ടികയും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് CPM പ്രവർത്തകരും CPM ഗുണ്ടകളും നടത്തിയ അഴിഞ്ഞാട്ടത്തെയാണ് ഈ നേതാക്കൾ ഇങ്ങനെ ലഘൂകരിക്കുന്നത്. എം സ്വരാജ് പറയുന്നത് വളരെ സമാധാനപരമായിട്ടായിരുന്നു പ്രതിഷേധം എന്നാണ്. ഇതാണോ സമാധാനപരം എന്ന് ചോദിച്ചു പോകുന്നു പൊതുസമൂഹം. CPM-ന് ഇനിയും ഒന്നും മനസ്സിലായിട്ടില്ല. ആണിക്കല്ല് ഇളകി തകർന്ന തരിപ്പണമായിരിക്കുന്നു. എന്നിട്ടും CPM ഇത്തരം ആക്രമണങ്ങളെയും ഇത്തരം സംഘർഷങ്ങളെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ വെള്ളതേച്ച് വെള്ളപൂശി കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും അപഹാസ്യരും പരിഹാസ്യരുമായി മാറുകയാണ്. മാത്രമല്ല, എല്ലാ CPM നേതാക്കളും സ്വയം ഇങ്ങനെ ആശ്വസിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ നേതാവായ പിണറായി വിജയനും മകൾക്കുമെതിരെ ED അന്വേഷണം നിയമപരമായി നടത്തുന്നതിനെ തടഞ്ഞു. ഇനി പ്രത്യേകിച്ച് ബാക്കി നടപടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് സാധാരണ സഖാക്കളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ EDയുടെ നടപടികൾ തുടരും. പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിയും അകത്താവുകയും ചെയ്യും എന്നും നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്നലെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും അവർക്കെതിരെ വധശ്രമം നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരെയും തൂക്കിയെടുത്ത് തീഹാർ ജയിലിലായിരിക്കും കൊണ്ടുചെന്ന് ഇടുക. കേന്ദ്ര സർക്കാരാണ് ഈ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ കേസ് ഡൽഹിയിലേക്ക് ഉടൻ തന്നെ മാറ്റുമെന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ പിന്നെ കേരള പോലീസിനോ കേരളത്തിലെ ഭരണകർത്താക്കൾക്കോ പ്രതിപക്ഷത്തിനോ ഒന്നും ചെയ്യാനുമാകില്ല. ആജീവനാന്തം ജാമ്യം കിട്ടാതെ ഡൽഹിയിലെ തീഹാർ ജയിലിലും മറ്റ് ജയിലുകളിലുമായി ശ്വാസം മുട്ടി കഴിയേണ്ടി വരുമ്പോൾ ഈ പ്രതിഷേധിച്ച CPM ഗുണ്ടകൾ പറയും പുല്ല് വേണ്ടായിരുന്നു എന്ന്. ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴും സ്വരാജിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും അതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് എന്നത് അത്യന്തം ഖേദകരമായ വിഷയമായി കാണേണ്ടി വരും. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തും ചെയ്യും, എന്ത് തോന്നിയാസവും ചെയ്യും, ഏത് രീതിയിലും സംവിധാനങ്ങൾക്കെതിരെ നിൽക്കും, അവരെ ആക്രമിക്കും, അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കും, അങ്ങനെ പലതും ചെയ്യും. അവസാനം അനുഭവിക്കുന്നതൊക്കെ ഈ അണികൾ മാത്രമാണ്. നേതാക്കളോ നേതാക്കളുടെ മക്കളോ ഒന്നും ഇതിൽ പെടുന്നുമില്ല. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല. പിണറായി വിജയനും ഉണ്ട് ഒരു മകൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു അറിവ് പോലുമില്ല. മറ്റ് നേതാക്കൾക്കും ഒക്കെ മക്കളുണ്ട്, പക്ഷേ അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും ആജീവനാന്തം കേസുമായി മുമ്പോട്ട് പോകാനും പാവപ്പെട്ടവന്റെ മക്കളും പാവപ്പെട്ട തൊഴിലാളികളും മാത്രം. എന്നിട്ടും സ്വരാജ് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം കഷ്ടകരമാണ്.